പീഡനം, വാണിഭം, ആ സൈസ് എന്തെങ്കിലും പറ. ഓക്കെ അതാ അങ്ങോട്ടേക്ക് നോക്കൂ. എനിക്ക് ഫോട്ടോ അയച്ച ഒരു നടനുണ്ട്, ഷർട്ട് ഇല്ലാത്തൊരു ഫോട്ടോ അയച്ച ഒരു നടനുണ്ട്. പക്ഷെ എനിക്ക് ആ ഫോട്ടോ കാണിച്ചാൽ ഇപ്പൊ ഫോട്ടോ ഇല്ല. ഇനിയും ചോദിക്കേ പറയാം. ഉദ്ഘാടന ചടങ്ങുകളുടെ മറവിലും ലൈംഗിക ചൂഷണം വ്യാപകമാണെന്നാണ് രഞ്ജിനി ഹരിദാസ് വെളിപ്പെടുത്തുന്നത്. ഇനി നീ എങ്ങാനും എന്നെ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ അവര് പറയും ഇനോഗ്രേഷൻസിന് വേണ്ടി വുഡ് യു ലൈക്ക് ടു, എത്ര കാശ് വേണമെങ്കിലും തരാം, കൂടെ ഇതും കൂടെ ചെയ്ത് കൊടുത്താൽ. അപ്പൊ എന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങോട്ട് കുറെ ആക്ടേഴ്സിന്റെ പേര് പറയും, ഇവരൊക്കെ ചെയ്യാറുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കെ. അവരൊക്കെ ചെയ്തോട്ടെ, അവര് ഹാപ്പി, കൺസെന്റോടെ ആർക്കും എന്തും ചെയ്യാലോ. ഇനോ നമ്മളുടെ പ്രായപൂർത്തിയായ ആർക്കും കൺസെന്റോടെ ചെയ്യാം. ദാറ്റ് ഇസ് അവർ പേഴ്സണൽ ഫ്രീഡം. അവർക്ക് ആഗ്രഹം അവർ ചെയ്തോട്ടെ. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. എന്താ സിസ്റ്റർ കുട്ടി, ഇതൊക്കെ ഒരു സ്പോർട്സ് ആൻഡ് സ്പിരിറ്റ് എടുക്കണ്ടേ? എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം ഞാൻ പറയാം. ഒരു പ്രാവശ്യം മെനി ഇയേഴ്സ് ബാക്ക് 10-15 years back നമ്മൾ ഷോന് പോകുമ്പോൾ ഡാൻസേഴ്സ് ഉണ്ടാവും, സിംഗേഴ്സ് ഉണ്ടാവും, ആക്ടേഴ്സ് ഉണ്ടാവും. അവിടെ പ്രാക്ടീസിന് വരുമ്പം എൻ്റെ അടുത്ത് ഡാൻസർ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി രാത്രി റൂമിൽ വന്ന് മുട്ടുന്നുണ്ട്. I was like, don't answer it. മുമ്പ് ഓർഗനൈസർ എൻ്റെ അടുത്ത് വന്ന് രഞ്ജിനി സ്പോൺസേഴ്സ് വുഡ് ലൈക്ക് ടു മീറ്റ് യു ആൻഡ് ടേക്ക് യു ഔട്ട് ഫോർ ലഞ്ച്, which I thought was okay. എനിക്ക് അങ്ങനെ നമ്മൾ തെറ്റായിട്ടൊന്നും ആലോചിക്കുന്നില്ലല്ലോ. സാരമില്ലെന്നേ, കേൾക്കാൻ നല്ല രസമുണ്ട് ഇല്ലേ? ഗോപുരമൻ കഥ പറയേ. അപ്പൊ ഒരു സ്പോൺസർ വന്നു, ഞങ്ങൾ സംസാരിച്ചു, അദ്ദേഹം ലഞ്ചിന് കൊണ്ടുപോയിട്ട് ഷോപ്പിംഗ് വല്ലതും ചെയ്യണമെന്ന് ചോദിച്ചു. I was like, no sorry, I don't want it എന്ന് പറഞ്ഞ ആ റൂട്ട് വാസ് നോട്ട് റൈറ്റ്. പിന്നെയാണ് മറ്റു കുട്ടികളെ മുട്ടുന്ന കാര്യം പറയുന്നത്. സോ ഐ ഫീൽ ലൈക്ക് ഈ ഇവന്റ് ഓർഗനൈസ് ചെയ്ത ആൾക്കാര് ഇതിന്റെ സ്പോൺസേഴ്സിന് അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് കുട്ടികൾ ഉണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തോളൂ. ഞാൻ ട്രൈ ചെയ്തിട്ടാ. ഞാനൊരു ആഡ് ചെയ്യാൻ വേണ്ടി കണ്ണൂർ അവിടെ ഒരു പോപ്പുലർ ഹോട്ടലുണ്ട്, ബെഡിന്റെ ആഡ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. ഒരു കോർഡിനേറ്റർ വഴിയാണ് പോയത്. സോ ഐ ഗോട്ട് പെയ്ഡ് ഡീസെന്റ്ലി വെൽ. ഈ വെഡിങ്ങിന്റെ കമ്പനിയുടെ ഓണർ അദ്ദേഹം റൂമിലേക്ക് വന്നു. അപ്പം പേയ്മെന്റുമായിട്ടാണ് വന്നത്. അപ്പൊ എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം ഉച്ചയ്ക്കും വൈകുന്നേരവും പറയുന്നുണ്ട്, രഞ്ജലി നാളെ പോയാൽ മതി, രഞ്ജലി നാളെ പോയാൽ മതി. എനിക്ക് ആ സിസ്റ്റം ഇല്ല. ലാസ്റ്റ് ഫോർ ദ ഡ്രൂസ് റൂമിൽ വന്നിട്ട്, അതെ കോർഡിനേറ്റർ പറഞ്ഞിരുന്നു രഞ്ജലി രാത്രി എൻ്റെ കൂടെ നിന്നിട്ടേ പോളൂ. ഭയങ്കര പേടിച്ചിട്ടാ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞിട്ടില്ല. കോർഡിനേറ്റർ അയാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു, രഞ്ജനി ഹരിദാസിനെ ഞാൻ കൊണ്ടുവരാം, ഈ ആഡിൽ മോഡറേറ്റ് ചെയ്യിപ്പിക്കും, അതിന്റെ കൂടെ ഞാൻ സെറ്റ് ചെയ്ത് തരാം, അന്ന് രാത്രി കഴിഞ്ഞ് രാവിലെ. അപ്പൊ ഈ കാശ് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണെന്ന്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? എനിക്ക് ഫോട്ടോ അയച്ച ഒരു നടനുണ്ട്, ഷർട്ട് ഇല്ലാത്തൊരു ഫോട്ടോ അയച്ച ഒരു നടനുണ്ട്. പക്ഷെ എനിക്ക് ആ ഫോട്ടോ കാണിച്ചാൽ ഇപ്പൊ ഫോട്ടോ ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെ പറയും എന്തിനാ എനിക്ക് ഷർട്ട് ഇല്ലാതെ ഫോട്ടോ വയ്ക്കുന്നത്? അതിന്റെ ഉദ്ദേശം എന്താ? എന്നിട്ട് എന്റെ അടുത്ത് പറയും സെൻഡ് പിക്ചേഴ്സ്. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനൊരു സിറ്റുവേഷനിൽ രഞ്ജിനി ആ പേര് പറഞ്ഞൂടെ? ഇല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട്. എന്റെ പ്രൂഫ് ഇല്ല. ഐ ഡോണ്ട് ഹാവ് പ്രൂഫ് ടു ടോക്ക്. ബട്ട് നാളെ നിങ്ങൾ അത് പറയും. ഐ ഡോണ്ട് ഹാവ് പ്രൂഫ്. എനിക്ക് പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചാൽ. ഇങ്ങനെ ഫോട്ടോ വയ്ക്കുമ്പോൾ ഐ വിൽ ലൈക്ക്, ഡൂഡ് റോങ് വിൻഡോ, ഡൂഡ് മുട്ടിയ വാതിൽ മാറിപ്പോയി എന്ന് പറയുമ്പോൾ അവിടെ ഷട്ടാണ് ആ സാധനം. എന്ത് വിശാലമായ ചിന്താഗതി. ഞാനും വിചാരിച്ചു എന്തുകൊണ്ടാണ് ഈ അനുഭവമുള്ള കുറച്ച് പോപ്പുലറായ ആൾക്കാർ വന്ന് സംസാരിക്കാത്തത് ഞാനും വിചാരിച്ചിട്ടുണ്ട്. ബിക്കോസ് ആ മൊമെന്റിൽ ഈ സാധനം മാറും. അതും ശരിയാ. പക്ഷെ ഈ പ്രധാനപ്പെട്ട ആൾക്കാർ ഇത് പറയുന്നില്ല എങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശരിക്കുള്ള ആക്ച്വൽ ലക്ഷ്യം എന്താണ്? അത് കുറച്ച് കഴിയുമ്പോൾ വഴി മാറിപ്പോകില്ലേ? അങ്ങനെ ഒരു പേടി. ഐ അഗ്രി. 100% ഞാൻ യോജിക്കുന്നു. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.